കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം. മംഗലത്തെയും കൂട്ടായിയെയും ബന്ധിപ്പിച്ച് താൽക്കാലിക ഗതാഗത സൗകര്യം ഏർപ്പെടുത്തണമെന്നും പാലം പുതുക്കിപ്പണിയുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നും പെരുന്തുരുത്തി തൂക്കുപാലം പുതുക്കിപ്പണിയണമെന്നും ആവശ്യപ്പെട്ട് UDF മംഗലത്ത് പ്രതിഷേധ സംഗമം ഒരുക്കി. പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലം അങ്ങാടിയിലായിരുന്നു സംഗമം. അപകടാവസ്ഥയിലായ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുതുക്കിപ്പണിയുന്നതിന് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ 18 കോടിയുടെ പദ്ധതിക്കായി ടോക്കൺ മണി പോലും അനുവദിപ്പിക്കാൻ കഴിയാത്ത KT ജലീൽ MLA അത് മറയ്ക്കാനായി പഴി മുഴുവൻ UDFന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ലീഗ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് M. അബ്ദുള്ളക്കുട്ടി പ്രസ്താവിച്ചു. 1.5 വർഷം MLA ഈ കൂട്ടായിലേക്ക് വരാതെ നിന്ന ആളാണ്. 1.5 വർഷം ഈ MLA ഈ നായത്തോട് പാലത്തിന്റെ അവിടെ വരാതെ നിന്ന ആളാണ്. ഇപ്പൊ MLA വരാനും പോകാനും തുടങ്ങിയതിന്റെ ലക്ഷ്യം നമുക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ദൈനംദിനം 3-4 തവണ മംഗലത്തുകാർക്ക് കൂട്ടായിലേക്കും കൂട്ടായിലെ ആളുകൾക്ക് മംഗലത്തേക്ക് വരേണ്ടതുണ്ട്. ഞങ്ങളുടേതാണ് പ്രശ്നം, MLA-യുടേതല്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്ന പരിഹാരത്തിന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള ബാധ്യത ഡിപ്പാർട്ട്മെന്റിനുണ്ട്, ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട്. അവരോട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് MLA വന്ന് ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ ഇതിൽ അധികാരമെന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ ഒരു ഇടതുപക്ഷക്കാരൻ എന്നോട് പറഞ്ഞു, നമ്മളെ സുഹൃത്താണ്, ഇന്നോട് പറഞ്ഞ 600 കൊടുത്തതല്ലേ പാലം, അത് വന്നോണ്ടല്ലേ നിങ്ങൾക്ക് പോകാനും 600 കൊടുത്താണ് ഈ രാജ്യത്തെ പാലം കൊണ്ടുവന്നു, എത്ര റോഡ് കൊണ്ടുവന്നു UDF-കാര്, ഈ രാജ്യത്തെ കോളേജുകളും സ്കൂളുകളും കൊണ്ടുവന്ന് ലീഗുകാരും കോൺഗ്രസുകാരും അല്ലേ. എന്നിട്ടൊരു പാലം, ഞങ്ങൾ കൊണ്ടുവന്ന പാലം, ആ പണി പൂർത്തിയാവുന്ന സമയത്ത് PP അബ്ദുള്ളക്കുട്ടി MLA ആയി എന്നത് ഞങ്ങളുടെ കുറ്റമാണോ? കരുണാകരൻ തറക്കല്ലിട്ടല്ലേ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്. ഓരോ പദ്ധതികൾക്കും അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. നിയുക്ത പഞ്ചായത്ത് അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചായിരുന്നു UDF സമരം. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. നേരത്തെ പുതിയ ലോക്ക് കം ബ്രിഡ്ജിനായി കൂട്ടായി പാലം അടയ്ക്കുന്നത് UDF തടഞ്ഞിരുന്നു. തുടർന്നാണ് സമരപരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത ഭൂമിയിൽ നയാ പൈസ ചിലവിടാൻ പഞ്ചായത്തിന് സാധിക്കില്ല എന്നിരിക്കെയാണ് സർക്കാർ അധീനതയിലുള്ള പുഴയിൽ ലക്ഷങ്ങൾ ചിലവിട്ട് പഞ്ചായത്ത് ജങ്കാർ ആരംഭിക്കണമെന്ന് KT ജലീൽ ആവശ്യപ്പെടുന്നത്. മുഖ്യപ്രഭാഷണം നടത്തിയ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസറുള്ള പറഞ്ഞു. ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത ഒരു കാര്യത്തിന് എങ്ങനെയാണ് ത്രിതല സംവിധാനത്തിൽ ഒരു പഞ്ചായത്തിന് ഫണ്ട് വകയിരുത്താൻ കഴിയുന്നത്? പറഞ്ഞാൽ മതി. അതിന് വല്ല വളഞ്ഞ വഴി. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം 5 വർഷക്കാലം പഞ്ചായത്തിന്റെ മന്ത്രി, 5 വർഷമായിട്ടില്ല എന്ന് തോന്നുന്നു, പഞ്ചായത്തിന്റെ മന്ത്രിയായി. പിന്നെ വിദ്യാഭ്യാസം കൊടുത്തു. അതിലും മോശമാണെന്ന് CPM-ന് തോന്നിയപ്പോ അതിന്റെ വിദ്യാഭ്യാസം എടുത്തിട്ട് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത്, അങ്ങനെയൊക്കെ 5 വർഷം അങ്ങനെ അദ്ദേഹത്തെ മന്ത്രിയാക്കി നിർത്തിയ ഒരാളല്ലേ. നിങ്ങൾ ആരോടാ ഇത് പറയുന്നത്? ഗ്രാമപഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ എന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ. അദ്ദേഹം അന്ന് ജയിച്ചിട്ട് അങ്ങോട്ട് പോയതാ, പിന്നെ വന്നിട്ടില്ല. എന്നാ അങ്ങനെ പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയുമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും 1 കോടി രൂപ ഓരോ മെമ്പർമാർക്കും വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു ഫണ്ട് വെച്ചൂടെ? പഞ്ചായത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ, ഞാൻ നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഞങ്ങൾ വെക്കുന്ന. എന്തേ ചെയ്യാൻ? ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ശുപാർശ ആവശ്യമില്ല. ഐക്യജനാധിപത്യ മുന്നണിയിൽ ചെയ്യും. അതിന് സംവിധാനവും പ്രാപ്തിയും കഴിവുമുള്ളവരാണ് ഇപ്പോ ഈ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളവർ. ഒരു സംശയം നിങ്ങൾക്ക് അക്കാര്യത്തിന് വേണ്ട. നിങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ സംസാരിക്കുന്നത് കള്ളത്തരമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയും. പഞ്ചായത്ത് UDF ചെയർമാൻ സലാം താണിക്കാട് അധ്യക്ഷത വഹിച്ചു. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP സെയ്താലു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AK സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, അംഗങ്ങളായ ഇബ്രാഹിം ചേന്നര, KT റാഫി മാസ്റ്റർ, പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി സെക്രട്ടറി CMT സീതി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CM പുരുഷോത്തമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. AP കുഞ്ഞിബാവ, PV അബ്ദുൽ ലത്തീഫ്, PV നിസ്താർ, CM ഹസൻ അനീഷ്, KP സുബൈർ, സാലിഹ് തങ്ങൾ, നാരായണൻ, CV മുനീർ, R ഷിനാബ്, K പാത്തുമക്കുട്ടി, C റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, മംഗലം. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ,
സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.